സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഇന്ന് സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവർ എന്ന തസ്തികയിലേക്കായിട്ട് PSC നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 12/26 ആദ്യത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ലോർഡ് ഡഫറിൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലോർഡ് ഡഫറിൻ. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അല്ലാത്തത് ഏത്? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1, 4. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സാൻ, മീൻ, ച്യൂയി ഇവ എന്താണ്? ഓപ്ഷൻ എ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം 205 കിലോമീറ്റർ. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ എ മഹേന്ദ്രഗിരി. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളുവാൻ കാരണമാകുന്നു. ഓപ്ഷൻ സി ഗൈറുകൾ. തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം? സിറസ്. കോണ്ടൂർ രേഖയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 പറഞ്ഞിരിക്കുന്നു, അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിഞ്ഞ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. പ്രസ്താവന 2, വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരി. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെയും ഇടയിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏത്? 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. കാർഷികോൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായിട്ട് വർദ്ധിച്ചു. ഓപ്ഷൻ സി 1, 3. 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്ത സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. ഇറക്കുമതിക്ക് ബദൽ നയം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിച്ചു. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസിംഗ് നിർത്തലാക്കി. സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് കുറച്ചു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 4 മാത്രം. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നബാർഡ് സ്ഥാപിതമായത് 1985 നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശയുടെ ഫലമായി സ്ഥാപിതമായി. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു.
ഉത്തരം ഓപ്ഷൻ ഡി 3, 4. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കർണാടകയാണ്. DSIB ബാങ്കുകളിൽ ICICI ഉൾപ്പെടുന്നു. നീതി ആയോഗിൻ്റെ CEO ശ്രീ BVR സുബ്രഹ്മണ്യമാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹനായത് നർഗീസ് മുഹമ്മദിയാണ്. തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 4 എന്നിവ. FPTPയുടെ പൂർണ്ണരൂപം ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് വ്യാപാരവും വാണിജ്യവും. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 338B. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയുവാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164(2) അനുച്ഛേദമാകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയിലെ അംഗം തൻ്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുടെയോ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 189 ആകുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉത്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 131 അനുച്ഛേദം. HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? IK ഗുജ്റാൾ. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? K. എബ്രഹാം മാത്യു. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏത്? തൊഴിൽ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ശ്രീ K. രാജൻ. മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയുന്ന ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആന്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആന്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു. മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് താലോലം. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ നൽകപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്ക്. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി. ഇൻസുലിൻ ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ അണ്ഡാശയം, ഓക്സിറ്റോസിൻ പീയൂഷഗ്രന്ഥി, മെലാട്ടോണിൻ പീനിയൽ ഗ്രന്ഥി. ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിന്റെ വക്രത ആരം നിർണ്ണയിക്കുക. 1.2 മീറ്റർ. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനില എത്രയായിരിക്കും?
98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നീസ് ടിറ്റോ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്കിന്റെ അയിര് കലാമൈൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷതകൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് സവിശേഷതയല്ലാത്തത്. 3 സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. മുക്തകവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ സി 2, 3 ശരി. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്. അക്ഷര ശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ? കായിക ഫീച്ചർ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് ആര്? പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരി. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാൻ ആണ്. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഉത്തരം മാത്രമാണ് പറയുന്നത്. 41 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 42 ഓപ്ഷൻ ബി. 43 ഓപ്ഷൻ എ. 44-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 45-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 46-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 47-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 48-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 49-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 50-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. ഇനി വരുന്നത് ഡ്രൈവർ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനത്തിൽപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. L1 കാറ്റഗറിയിൽപ്പെട്ട വാഹനം ഏതാണ്? ഓപ്ഷൻ ബി. മോട്ടോർ വാഹന നിയമത്തിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാൻ പ്രായപരിധി നിശ്ചയിക്കുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 4. ലേണേഴ്സ് ലൈസൻസ് എക്സാം പാസ്സായവർക്ക് ഏത് ഫോമിലാണ് ലേണിംഗ് ലൈസൻസ് നൽകുന്നത്? ഫോം 3. ആരാണ് ലൈസൻസിംഗ് അതോറിറ്റി? RTO. പബ്ലിക് സർവീസ് വെഹിക്കിൾ വാഹനങ്ങളുടെ ഗണത്തിൽപ്പെടുന്നത് ഏതാണ്? സ്റ്റേജ് ക്യാരേജ്. ഒരു വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി അവസാനിക്കുന്നതിൻ്റെ എത്ര ദിവസം മുമ്പാണ് പെർമിറ്റ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ ബി 15 ദിവസം മുമ്പ്. ഒരു വാഹനം റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ് സഞ്ചരിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നത് എവിടെയാണ്? മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാൻ ചൈൽഡ് റെസ്ട്രെയിൻ സിസ്റ്റം ഘടിപ്പിക്കണം? 12 വയസ്സ്. മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. സ്കൂൾ പരിസരം, നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന റോഡ്, ആശുപത്രി പരിസരം. അത്യാസന്ന ഘട്ടങ്ങളിൽ റോഡുകളിൽ ഏത് വാഹനത്തിനാണ് മുൻഗണന നൽകേണ്ടത്? ഫയർ സർവീസ് വാഹനത്തിൽ. വാഹനം കേടായാൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുവാൻ പാടില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ? ഇരുചക്ര വാഹനം. പെട്രോൾ എഞ്ചിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ നിക്കോളാസ് ഓഗസ്റ്റ് ഓട്ടോ. ഒരു മേജർ ആക്സിഡന്റ് കാണാനിടയായാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് വൈദ്യസഹായം എത്രയും പെട്ടെന്ന് നൽകുക. താഴെ തന്നിരിക്കുന്നവയിൽ വാഹനങ്ങളുടെ മുൻഗണനാക്രമം ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ
ഫയർ എഞ്ചിൻ, ആംബുലൻസ്, പോലീസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്. ബ്രേക്ക് ഫൈഡിംഗ് എന്നാൽ എന്ത്? ഓപ്ഷൻ സി, ബ്രേക്ക് നിരന്തരം ഉപയോഗിച്ചതിൽ ചൂടായി ലൈനറും ബ്രേക്ക് ഡ്രമ്മും തമ്മിലുള്ള ഘർഷണം കുറഞ്ഞ ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ. MSM എന്നതിൻ്റെ പൂർണ്ണരൂപം. മിറർ സിഗ്നൽ മാനുവർ. SRO NO 707/2023 പ്രകാരം വേഗത നിശ്ചയിച്ചിരിക്കുന്ന റോഡുകളിൽ N കാറ്റഗറി വാഹനങ്ങളുടെ നാഷണൽ ഹൈവേ 6 വരി പാതയിൽ അനുവദനീയമായ സ്പീഡ് എത്രയാണ്? മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗം. ഒരു വാഹനത്തിൻ്റെ ലോഡ് അടക്കമുള്ള ആകെ ഭാരം പ്രതിപാദിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. കാവലില്ലാത്ത റെയിൽവേ ലൈൻ ക്രോസിൽ വാഹനം സമീപിക്കുമ്പോൾ ഡ്രൈവർ വാഹനം നിർത്തി ട്രെയിൻ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകണം. ഇൻഷുറൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ വാഹനം ഓടിച്ചാൽ ഡ്രൈവർക്ക് ലഭിക്കാവുന്ന പിഴ 2000 രൂപ. പ്രായപൂർത്തിയാകാത്ത കുട്ടി പൊതുനിരത്തിൽ വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ മുകളിൽ പറഞ്ഞവ എല്ലാം. ഗുഡ് സമരിറ്റൻ്റെ അവകാശങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരം നൽകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ പോലീസിനെ നിർബന്ധിക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാഹനങ്ങളുടെ രേഖ പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 206. വാഹന ചെക്കിംഗ് സമയത്ത് വാഹനത്തിൻ്റെ രേഖകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഇലക്ട്രോണിക് ഫോമിലും ഹാജരാക്കാമെന്ന അനുവാദം നൽകുന്നത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 167(5) പ്രകാരം തയ്യാറാക്കിയ ഈ ചലൻ എത്ര ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം? 90 ദിവസം. സ്പീഡ് ഗവർണർ ആവശ്യമുള്ള വാഹനങ്ങൾ ഏതെല്ലാം? KSRTC. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 125 പ്രകാരം ഏത് വർഷത്തിനു ശേഷം നിർമ്മിക്കുന്ന വാഹനങ്ങൾക്കാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്? 1994. സ്പാർക്ക് അറസ്റ്റർ ഏതരം വാഹനങ്ങളിലാണ് ഘടിപ്പിക്കേണ്ടത്? ഹസാർഡ്സ് ഗുഡ്സ് വാഹനങ്ങൾ. കാറ്റഗറി ടിയിൽപ്പെട്ട വാഹനത്തെ കെട്ടിവലിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഡാഷ് കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളെയാണ്. കാറ്റഗറി N2 ആൻഡ് N3. 1996 ഏപ്രിൽ 1 മുതൽ കേരള സർക്കാർ ചാരായം നിരോധിച്ചു. അബ്കാരി 8(1)(2) വകുപ്പ് പ്രകാരം ചാരായം കൈവശം വെച്ചാലോ കച്ചവടം നടത്തുകയോ കടത്തുകയോ ചെയ്താൽ എന്താണ് ശിക്ഷ? 1 ലക്ഷത്തിൽ കുറയാതെ പിഴയും 10 വർഷം വരെ തടവും. 1077 അബ്കാരി നിയമം സെക്ഷൻ 310 പ്രകാരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ വരാത്തത് ഇവയിൽ ഏതാണ്? അരിഷ്ടം. തിരുവനന്തപുരം എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും വാഹന പരിശോധന നടത്തുന്ന സമയം A എന്നയാളെ മാഹിയിൽ നിന്നും കൊണ്ടുവന്ന 6 കുപ്പി ബ്രക്കാഡി റമ്മായി അറസ്റ്റ് ചെയ്തു. കേന്ദ്ര സർക്കാരിന് നികുതിയും എക്സൈസ് ഡ്യൂട്ടിയും അടയ്ക്കാത്ത മദ്യം കൈവശം വെച്ചതിന് എയുടെ പേരിൽ അബ്കാരി നിയമം 1077 പ്രകാരം ഏത് വകുപ്പ് ചുമത്തി കേസെടുക്കാം? ഓപ്ഷൻ ബി 58. അബ്കാരി നിയമം 1077 സെക്ഷൻ 67B പ്രകാരം അബ്കാരി കേസിൽ കണ്ടെടുത്ത വാഹനങ്ങൾ ഓതറൈസ്ഡ് ഓഫീസർ മുമ്പാകെ ഹാജരാക്കണമെന്ന് പറയുന്നു. എക്സൈസ് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനെയാണ് ഓതറൈസ്ഡ് ഓഫീസറായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. NDPS നിയമം 1985 പ്രകാരം വ്യാവസായിക അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചാൽ 10 വർഷത്തിൽ കുറയാതെ 20 വർഷം വരെ തടവും 1 ലക്ഷത്തിൽ കുറയാതെ 2 ലക്ഷം വരെ പിഴയും. NDPS നിയമം 1985 ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുവാൻ വ്യവസ്ഥയുള്ളത്? 31A. ഡിനേച്ചേർഡ് സ്പിരിറ്റ് എന്നാൽ പാനയോഗ്യമല്ലാത്ത സ്പിരിറ്റ്. സ്പെൻഡ് വാഷ് എന്നാൽ വാഷിൽ നിന്നും പൂർണ്ണമായ ആൽക്കഹോൾ എടുത്ത് ബാക്കി വരുന്ന ദ്രാവകം. സ്പിരിറ്റിൻ്റെ വീര്യം ഹൈഡ്രോമീറ്ററോ അനുയോജ്യമായ ഉപകരണം ഉപയോഗിച്ച് അളക്കുന്നതിന് ടു പ്രൂവ് എന്ന് പറയുന്നു.
എക്സൈസുമായി ബന്ധപ്പെട്ട് ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏറ്റവും ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. കേരളത്തിൽ വിൽപ്പന നടത്തുന്ന വൈനിൻ്റെ അനുവദനീയമായ മിനിമം വീര്യം എത്ര? 8% വോളിയം പെർ വോളിയം. കേരളത്തിൽ നികുതി വകുപ്പ് ടൂറിസം സെന്ററുകളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ബാർ അല്ലെങ്കിൽ ബിയർ ആൻഡ് വൈൻ പാർലർ എന്നിവയുടെ പ്രവർത്തന സമയം നിജപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണ്? രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 80 യാർഡ് ചുറ്റടവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന നിലവിലെ കോട്ട്പ നിയമപ്രകാരം കുറ്റകരമാണോ? ആണെങ്കിൽ കോട്ട്പ നിയമം ഏത് വകുപ്പ് പ്രകാരം എക്സൈസ് വകുപ്പിന് കേസെടുക്കുക? കുറ്റകരമാണ്. കോട്ട്പ നിയമം 6B. കോട്ട്പ നിയമം 2003 പ്രകാരം പൊതുസ്ഥലത്ത് പുക വലിക്ക് ഒരാൾക്കെതിരെ ഏത് വകുപ്പ് പ്രകാരമാണ് എക്സൈസ് വകുപ്പ് കേസെടുക്കുന്നത്? കോട്ട്പ നിയമം 4R/W21. കോട്ട്പ നിയമം 2003 സെക്ഷൻ 46A6B എന്നിവയ്ക്ക് പരമാവധി ഈടാക്കാവുന്ന പിഴ എത്ര രൂപയാണ്? 200. കേരള സർക്കാരിൻ്റെ വിമുക്തി മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററുകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ശരിയാണ്. കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി ഡി അഡിക്ഷന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ 14405. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം ചെറുക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയം ശക്തിപ്പെടുത്തുന്നതിന് കേരള എക്സൈസ് വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏത്? ഉണർവ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി. സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നവർ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയ്ക്ക് വിധേയരാകും. അവസാനത്തെ ചോദ്യം, വിവര സാങ്കേതിക വിദ്യാ നിയമത്തിന്റെ 78-ാം വകുപ്പ് പ്രകാരം ആ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള വ്യക്തി? ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. PSCയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.